എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് പാസാക്കിയിരിക്കുന്നു ലോക്സഭ. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ ശബ്ദ വോട്ടിനിട്ട് തള്ളി. രാജ്യത്ത് കുഴപ്പം സൃഷ്ടിക്കാൻ വരുന്നവർ റോഹിംഗ്യകളായാലും ബംഗ്ലാദേശികളായാലും കർശനമായി കൈകാര്യം ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ആദ്യം അമിത്ഷായുടെ പ്രതികരണത്തിലേക്ക്. बांग्लादेशी घुसपैठिए हो या रोहिंग्याज हो जो घुस कर आते हैं, पहले असम से भी आते थे जब कांग्रेस की सरकार, अब बंगाल से आते हैं टीएमसी की सरकार, घुस कर आते हैं. इनको आधार कार्ड दादा कौन देता है? नागरिक कहां के बने हैं? कहां के बने हैं? जितने बांग्लादेश से पकड़े गए 24 परगना जिले का आधार कार्ड और नागरिकता है. मान्यवर देश धर्मशाला नहीं है. जो चाहे जिस उद्देश्य से चाहे यहां आकर रह जाएगा, ऐसा नहीं होगा. कानूनी तरीके से देश के अंदर अपने देश को और हमारे देश को समृद्ध करने कोई आता है तो इसका स्वागत है, मगर सुरक्षा के लिए खतरा है, उसको रोकने का प्रावधान करने का हमारी संसद का अधिकार भी. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, അനധികൃത കുടിയേറ്റങ്ങളോട് വിട്ടുവീഴ്ചയില്ലാതെ ആരായാലും കർശനമായ നടപടി സ്വീകരിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിശദീകരിക്കുന്നു. പ്രതിപക്ഷം ചില ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു, പക്ഷേ അതൊക്കെ തള്ളിപ്പോവുകയും ചെയ്തു. വിശദാംശങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, രാജ്യത്തേക്കുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനുള്ള എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 ലോക്സഭ പാസാക്കിയിരിക്കുകയാണ്. പ്രധാനമായും രാജ്യത്ത് എത്തുന്ന വിദേശികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് ഈ ബില്ല്. ഈ സ്ഥിര കുറ്റവാളികളായവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ആ കരിമ്പട്ടികയ്ക്ക് നിയമസാധുത നൽകുന്നതും ഈ ബില്ലിലൂടെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രധാനമായും ഈ ബില്ലിനെതിരെ വിമർശനങ്ങളും ചർച്ചയ്ക്കിടെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അത് ഒരു പ്രത്യേക വിഭാഗത്തെ ലക്ഷ്യം വെച്ച് അവരെ പീഡിപ്പിക്കാൻ സാഹചര്യമൊരുങ്ങുമെന്നും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നത് ഗുണം ചെയ്യില്ല എന്നും അത് അപകടം ഉണ്ടാക്കും എന്നുമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ബില്ല് JPCക്ക് വിടണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പ്രസംഗത്തിൽ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. രാജ്യത്തേക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ എത്തുന്നവർ, അത് ബംഗ്ലാദേശികളായാലും റോഹിംഗ്യകളായാലും, അത് വെച്ചു പൊറുപ്പിക്കാനാകില്ല. കർശനമായ നടപടികളോടെ നേരിടുമെന്നും മയക്കുമരുന്നുമായും രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ എത്തുന്നവരും കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും ആഭ്യന്തരമന്ത്രി സഭയിൽ പറഞ്ഞു. ഒപ്പം തന്നെ ഈ ബില്ല് ചില വിഭാഗത്തെ ഉദ്ദേശിച്ചാണെന്ന വിമർശനം ഉന്നയിച്ചത് തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള മുതിർന്ന അംഗം സൗഗത റായാണ്. അദ്ദേഹത്തിന് മറുപടി ആയിക്കൊണ്ട് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിനായി രാജ്യത്ത് അതിർത്തി വേലികൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് 450ഓളം കിലോമീറ്റർ ദൂരം ഈ വേലി കെട്ടാൻ കഴിയാതിരിക്കുന്നത് ബംഗാൾ സർക്കാർ അതിന് സ്ഥലം അനുവദിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. 10 തവണ കൂടിക്കാഴ്ച നടത്തുകയും 10 തവണ കത്തയക്കുകയും ചെയ്തിട്ടും മമതയുടെ ഭാഗത്തുനിന്നും അനുഭാവപൂർവമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നും രാജ്യത്തേക്ക് ബംഗ്ലാദേശികൾക്ക് ആധാർ കാർഡും പൗരത്വവും നൽകുന്നത് ആര് എന്ന ചോദ്യമാണ് തൃണമൂൽ കോൺഗ്രസിന് മുന്നിൽ ആഭ്യന്തരമന്ത്രി ഉന്നയിച്ചത്. ശരി, എമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് പാസാക്കിയിരിക്കുന്നു ലോക്സഭ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.